Hello students, welcome to this channel. ഇത് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഓയിലേരിയൻ ഗ്രാഫ്സ് ആൻഡ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ് ആണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ. അപ്പോൾ ഇതിൽ കഴിഞ്ഞ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരുന്ന, അതായത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും, ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഓയിലേരിയൻ ഗ്രാഫ്സിനെ കുറിച്ചാണ്. അതായത് ഓയിലർ പാത്ത് എന്താണ്, ഓയിലേരിയൻ സർക്യൂട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് തിയറംസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. കണക്റ്റഡ് ഗ്രാഫ്, അതായത് ഓയിലേരിയൻ ഗ്രാഫ്, ഓയിലേരിയൻ പാത്തിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് തിയറംസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് തേർഡ് പാർട്ടാണ്. അതായത് ഈ ഗ്രാഫ് തിയറിയിലെ പാർട്ട് 22 ആണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സിനെ കുറിച്ചാണ്. ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിനു മുന്നേ നമുക്ക് ഹാമിൽട്ടോണിയൻ പാത്ത് എന്താണ് ആൻഡ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിനും ഓയിലേരിയൻ സർക്യൂട്ടിനും രണ്ടും രണ്ടാണ്. അപ്പോൾ ഓയിലേരിയൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഇറ്റ്സ് എ ക്ലോസ്ഡ് വാക്ക് വിച്ച് ഹാസ് ടു ട്രാവൽ ഈച്ച് എഡ്ജസ് എക്സാക്ട്ലി വൺസ്. ഇവിടെ നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഗ്രാഫ്, അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. ആ കണക്റ്റഡ് ഗ്രാഫ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലോസ്ഡ് വാക്ക് ആയിരിക്കണം. അതായത് ഓരോ വേർട്ടിസസും നമ്മൾ എക്സാക്ട്ലി ഒരു പ്രാവശ്യം നമ്മൾ കവർ ചെയ്തിരിക്കണം. സ്റ്റാർട്ടിങ് വേർട്ടെക്സും അതുപോലെ തന്നെ സർക്യൂട്ട് ആയതുകൊണ്ട് ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. സ്റ്റാർട്ടിങ് വേർട്ടെക്സും എൻഡ് വേർട്ടെക്സ് അല്ലെങ്കിൽ ടെർമിനൽ വേർട്ടെക്സ് രണ്ടും സെയിം ആയിരിക്കണം ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എന്താണ്, എല്ലാ എഡ്ജസും കവർ ചെയ്യണം എന്നൊരു കണ്ടീഷൻ ഇവിടെ ഇല്ല. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ക്ലോസ്ഡ് വാക്ക് ആണ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് വാക്ക് ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. അത് മാത്രമല്ല, ദാറ്റ് ട്രാവൽസ് 8 വേർട്ടിസസ്. എവറി വേർട്ടിസസ് ഹാസ് ടു ബി കവേർഡ് എക്സാക്ട്ലി വൺസ്. എല്ലാ വേർട്ടിസസും ഒരു പ്രാവശ്യം കവർ ചെയ്തിരിക്കണം. വേർട്ടെക്സ് ഒരിക്കലും റിപ്പീറ്റ് ആവാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഇവിടെ. അതായത് എഡ്ജസ് എല്ലാ പ്രാവശ്യവും കവർ ചെയ്ത്, അതായത് എക്സാക്ട്ലി വൺസ് കവർ ചെയ്തെടുക്കുന്നതാണ് ഓയിലേരിയൻ ഗ്രാഫ്. അതേപോലെ എവ്രി വേർട്ടെക്സ് ഹാസ് ടു ബി കവേർഡ് എക്സാക്ട്ലി വൺസ് എന്നുള്ളത്. അപ്പോൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സും എൻഡ് വേർട്ടെക്സും സെയിം ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് എല്ലാ എഡ്ജസും കവർ ചെയ്യണം എന്നൊരു കണ്ടീഷൻ ഇല്ല. നമുക്ക് ഈ ഡെഫിനിഷന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിനകത്ത് ഞാനിവിടെ 8 വേർട്ടിസസ് വരത്തക്ക രീതിയിൽ ഒരു ഗ്രാഫും അതുകൂടാതെ 12 എഡ്ജസ് വരുന്ന ഒരു ഗ്രാഫുമാണ് ഞാനിവിടെ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഗ്രാഫ് എടുക്കുമ്പോൾ ഇതൊരു കണക്റ്റഡ് ഗ്രാഫ് ആണോ എന്ന് നോക്കുക. യെസ്, ഇറ്റ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് അല്ല. എന്നാൽ ഇതിനകത്ത് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എനിക്കിപ്പോൾ ഇതിനകത്ത് എടുക്കണം. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് എവറി വേർട്ടെക്സ് ഹാസ് ടു ബി കവേർഡ്. വേർട്ടിസസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ്. കാരണം സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം? സർക്യൂട്ട് എന്ന് മീൻസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ അത് ക്ലോസ്ഡ് വാക്കാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ എവറി വേർട്ടിസസ് ഹാസ് ടു ബി കവേർഡ് എക്സാക്ട്ലി വൺസ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ആർബിട്രറി വേർട്ടെക്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ഏതൊരു ഗ്രാഫ് തന്നാലും ശരി, അത് കണക്റ്റഡ് ആണോ, അതിൽ വേർട്ടിസസ് എല്ലാം ഫൈനൈറ്റ് ആണോ, എഡ്ജസ് എല്ലാം ഫൈനൈറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മളിവിടെ എടുക്കേണ്ടത് അത് ക്ലോസ്ഡ് ആണോ എന്നും കൂടി നോക്കുക. അപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇനി അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ വേർട്ടക്സസ്, അതായത് ഏതെങ്കിലും ഒരു ആർബിട്രറി വേർട്ടെക്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നമ്മൾ എ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എയിൽ നിന്ന് തുടങ്ങി നമ്മൾ എല്ലാ വേർട്ടിസസും കവർ ചെയ്യണം. അതും എക്സാക്ട്ലി ഒരു പ്രാവശ്യം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു വെർട്ടെക്സും കവർ ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ ഏതെങ്കിലും എഡ്ജ് കവർ ചെയ്തില്ല എങ്കിൽ സാരമില്ല. എഡ്ജിനെ കുറിച്ച് നമ്മളിവിടെ നോക്കേണ്ട കാര്യമേ ഇല്ല. എവ്രി വേർട്ടിസസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. എന്നിട്ട് അത് മാത്രമല്ല, അത് അവസാനം എവിടെ വരണം? എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ നമ്മൾ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു വേർട്ടെക്സ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുവാണ്. എ ടു ബി വരെ നമുക്ക് വരാം. എ ടു ബി, ദെൻ ബി ടു എന്താണ് സി ടു ഡി വരാം. ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. സി ടു ഡി, ഡി ടു എച്ച്, ദെൻ ഡി ടു ജി, ജി ടു എച്ച്, എച്ച് ടു എഫ്, എഫ് ടു ഇ, ദെൻ ടു എ.
ഇത് നമുക്കൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആണോ? ആണ്. ഇത് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആണ്. ഇതിൽ എല്ലാ വേർട്ടിസസും കവർ ആയിട്ടുണ്ടോ? സി ഓൾ ദ വേർട്ടിസസ് നോക്കുക. അപ്പോൾ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സും എൻഡ് വേർട്ടെക്സും സെയിം ആയിരിക്കും, അത് നോക്കണ്ട. ബാക്കിയുള്ള വേർട്ടിസസ് നോക്കുക, അത് രണ്ടും സെയിം ആണോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ബി, സി, ഡി, ജി, എച്ച്, എഫ്, ഇ, ഇത് നമ്മൾ എടുക്കുന്നത് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ്. ഇത് മാത്രമല്ല, ഇനി ഇതേ ഗ്രാഫിന് തന്നെ നമുക്ക് എങ്ങനെ എടുക്കാം? ഈ ഗ്രാഫിന് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് വേർട്ടെക്സ് എയിൽ തന്നെ തുടങ്ങണമെന്നില്ല, ബട്ട് ബിയിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്താൽ പോലും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് ഐദർ ഫ്രം എനി ഓഫ് ദ വേർട്ടിസസ്, ഏതൊരു വേർട്ടെക്സ് എടുത്താൽ, ഇപ്പോൾ സപ്പോസ് ഡിയിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡി ടു സി, then C to B, B to F, F to H, H to G, G to E, E to A, A to D. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തിരിച്ച് നമ്മൾ ഡിയിൽ തന്നെ വന്നെത്തി. അങ്ങനെയും ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എടുക്കാവുന്നതാണ്. ഇതിൽ വേർട്ടിസസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണോ? എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ആൻഡ് ദ എൻഡ് വേർട്ടെക്സ്. സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിനെ നോക്കുക, ആ വേർട്ടെക്സ് തന്നെയാണോ സെയിം ആയിട്ട് വരുന്നത് എന്നും കൂടി ഉറപ്പ് വരുത്തുക. ഓക്കെ. ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു സിമ്പിൾ പാത്താണ്. സിമ്പിൾ പാത്ത് എന്ന് പറയുമ്പോൾ ഇതിലൊരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ, അവിടെയും എല്ലാ വേർട്ടിസസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എല്ലാ വേർട്ടിസസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൂടാതെ അവിടുത്തെ എൻഡ് വേർട്ടിസസ്, അതായത് എൻഡ് പോയിൻറ്റ്സ് ആർ ഓൾസോ ഡിസ്റ്റിങ്ക്റ്റ്. എൻഡ് പോയിൻറ്റ്സും ഡിസ്റ്റിങ്ക്റ്റ്. ഒരിടത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരിടത്ത് എൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഗ്രാഫ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ബട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ക്ലോസ്ഡ് ആയിരിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇറ്റ് വിൽ ബി ഓപ്പൺ. ആ ഗ്രാഫ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ക്ലോസ്ഡ് ആവാൻ ഒരു സാധ്യതയില്ല. സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ എ, ബി, സി, ഡി ആണ് എടുക്കുന്നത്. എ ടു സി, സി ടു ഡി, ഡി ടു ഏതെടുക്കാം? ഡി ടു എ വരാമോ? ഇല്ല, വരാൻ പാടില്ല. ഡി ടു എ എടുത്താൽ എ റിപ്പീറ്റ് ആവുന്നുണ്ട്. ഡി ടു ബി ആൻഡ് ബി ടു എ നമുക്ക് എടുത്താൽ എന്താവും? ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതല്ലാതെ നമുക്കൊരു പാത്ത് എടുക്കണമെങ്കിൽ, നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണെങ്കിലോ, എ, ബി, സി, ഡി. അപ്പോൾ എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ? വേർട്ടെക്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ? ഓൾ ദ ഫോർ വേർട്ടിസസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ? ഉണ്ട്. കാരണം സ്റ്റാർട്ടിംഗ് വേർട്ടെക്സും എൻഡ് വേർട്ടെക്സും സെയിം ആണ്. ഇവിടെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടോ? ഹാമിൽട്ടൺ സർക്യൂട്ട് ഇവിടെ ഇല്ല. കാരണം എന്താണ്? സ്റ്റാർട്ടിംഗ് വേർട്ടെക്സും എൻഡ് വേർട്ടെക്സും ഡിഫറെൻ്റ് ആണ്. അത് മാത്രമല്ല, ഇത് ഒരു ഓപ്പൺ വാക്കാണ്. ഇവിടെ ക്ലോസ്ഡ് അല്ല. എപ്പോഴും ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിന് ക്ലോസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള മെയിൻ കണ്ടീഷൻ. ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിനെ തന്നെയാണ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്നും പറയുന്നത്. ഞാനിവിടെ പ്രത്യേകിച്ച് ചിലർക്ക് ചിലപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പഠിപ്പിക്കും, ചിലർക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പഠിപ്പിക്കും. ഒരു കണക്റ്റഡ് വാക്ക് ഗ്രാഫിൽ ഒരു ക്ലോസ്ഡ് വാക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അവിടെയും എന്താണ് കണ്ടീഷൻ? എവറി വേർട്ടെക്സ് ഓഫ് ദ ഗ്രാഫ് ഹാസ് എക്സാക്ട്ലി വൺസ്, അതായത് ഇറ്റ് വിസിറ്റ്സ് എവറി വേർട്ടിസസ് exactly once except the starting and the end vertices is called a Hamiltonian cycle. A Hamiltonian cycle is otherwise known as a Hamiltonian circuit. അല്ലേ? സ്റ്റാർട്ടിങ് ആൻഡ് ദ എൻഡ് വേർട്ടെക്സ് എക്സാക്ട്ലി, അതായത് ക്ലോസ്ഡ് വാക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എവറി വേർട്ടസസ് ഓരോ പ്രാവശ്യം അത് എക്സാക്ട്ലി വൺസ് വിസിറ്റ് ചെയ്തതിന് ശേഷം എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിങ് ആൻഡ് ദ എൻഡ് വേർട്ടസസ്, അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് വാക്ക്. അതായത് സ്റ്റാർട്ടിങ് ആൻഡ് ദ എൻഡ് വേർട്ടസസ് സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. നൗ ഇനി ഹാമിൽട്ടൺ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എ ഗ്രാഫ് ജി ഈസ് സെറ്റ് ടു ബി എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഓർ എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഒരു ഗ്രാഫിന് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ട് എങ്കിൽ ആ ഗ്രാഫിൻ്റെ പേര് ഹാമിൽട്ടോണിയൻ എന്താണ്? ഇഫ് എ ഗ്രാഫ് കണ്ടെയ്ൻസ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഓർ എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ ദെൻ ദാറ്റ് ഗ്രാഫ് ഇസ് നോൺ ആസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. അപ്പം നമ്മൾ ഇന്ന് ഇതിൽ നോക്കിയത് ഏതൊക്കെയാണ്? ഹാമിൽട്ടൺ സർക്യൂട്ട് എന്താണെന്ന് നോക്കി, ഹാമിൽട്ടൺ പാത്ത് എന്താണ്
എന്താണെന്ന് നോക്കി. ഹാമിൽട്ടൺ സൈക്കിളും അത് തന്നെയാണ്. പിന്നെ ഹാമിൽട്ടൺ ഗ്രാഫ്, ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു ഹാമിൽട്ടൺ സർക്യൂട്ട് ആ ഗ്രാഫിനകത്ത് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ, ഹാമിൽട്ടൺ പാത്തല്ല, ഹാമിൽട്ടൺ സർക്യൂട്ട്, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമുക്ക് ആ ഗ്രാഫിൽ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ ഗ്രാഫിൻ്റെ പേരാണ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ദെൻ ദാറ്റ് ഗ്രാഫ് ഈസ് നോൺ ആസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഗ്രാഫ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫ് എടുക്കാം. ABCDE എന്ന വേർട്ടെക്സ് വരുന്ന ഈ ഗ്രാഫിൽ നമ്മളിപ്പോൾ ആർബിട്രറി ഏതെങ്കിലും ഒരു വേർട്ടെക്സ് നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഐദർ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം B or C or D or E, wherever it is you can start from this, and സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിൽ എയിൽ നിന്ന് നമുക്കൊരു വാക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ മെയിൻ ടാർഗറ്റ് ഇതിനകത്ത് സർക്യൂട്ട് ഉണ്ടോ എന്ന് നോക്കാം. പാത്ത്, ഹാമിൽട്ടോണിയൻ പാത്തും ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഈ ഗ്രാഫിൽ ഉണ്ടോ എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് എയിൽ തുടങ്ങി നമ്മൾ എവിടെ വരുന്നു? A to B വരാം, B to നമുക്ക് എവിടെ വരാം? C വരാം, C വന്നതിന് ശേഷം C to D വരാം, തിരിച്ച് D to E വരാം. ഇനി തിരിച്ച് നമുക്ക് റിട്ടേൺ പോകാൻ പറ്റുമോ? അതായത് A to B, B to C, C to D, D to E വരെ എത്തി. നമുക്ക് തിരിച്ച് നമ്മൾ റിട്ടേൺ എയിലോട്ട് എത്താൻ പറ്റുമോ? എയിൽ എത്തിക്കാൻ പറ്റത്തില്ല. കാരണം ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന വെർട്ടെക്സ് ഏതാണ്? C. അത് ഒരു പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന് ഹാമിൽട്ടൺ സർക്യൂട്ട് ഉണ്ടോ? ഇല്ല. ഈ ഗ്രാഫിന് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇല്ല. പകരം ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ? എല്ലാ വേർട്ടിസസും കവർ ആയിട്ടുണ്ടോ? യെസ്, ഓൾ ദ വേർട്ടിസസ് ഹാസ് ബീൻ കവേർഡ് ഹിയർ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന് ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ഹെൻസ് ദിസ് ഗ്രാഫ് ഈസ് നോട്ട് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഗ്രാഫിൽ നമ്മൾ വേർട്ടിസസിനെ നമ്മൾ എത്ര വേർട്ടിസസ്? 7 വേർട്ടിസസ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്പേഴ്സിന് 1 2 3 4 5 6 7 എന്ന നമ്പറിങ് നമ്മൾ കൊടുക്കുകയാണ് ഓരോ വേർട്ടെക്സിന്. V1 V2 എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ ഗ്രാഫിൽ ഒരു ഹാമിൽട്ടൺ സർക്യൂട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് എല്ലാ വേർട്ടിസസും നമുക്ക് കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ 1 to 2 വരാം, 2 to 7 വരാം, 7 to എവിടെ വരാം? 7 to 5 വരാം, 5 to 4 വരാം, തിരിച്ച് വീണ്ടും എവിടെ വരാം? 4 to 3, 3 to 1 പോയാൽ 6 കവർ ആവത്തില്ല. ബട്ട് 3 to 6 വന്നാൽ എന്താവും? 1 to 2, 2 to 7, 7 to 5, 5 to 4, 4 to 3 and 3 to 6. ഇത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഈ ഹാമിൽട്ടൺ സർക്യൂട്ട് വരണമെങ്കിൽ നമുക്ക് തിരിച്ച് 1ൽ തന്നെ എത്തണം. പക്ഷേ എത്താൻ പറ്റുന്നുണ്ടോ? സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് 1ഉം അവസാനിക്കുന്ന വേർട്ടെക്സ് ഇവിടെ ഏതാണ്? 6 ആണ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 2 6. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേതാണ് എടുത്തിരിക്കുന്നത്? 1 to 2, 2 to 7, 7 to 5, 5 to 4, 4 to 3, 3 to 6. അപ്പോൾ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് 1ഉം എൻഡിങ് വേർട്ടെക്സ് 6ഉമാണ്. അപ്പോൾ ഹാമിൽട്ടൺ സർക്യൂട്ട് ഇല്ല. ഹാമിൽട്ടൺ പാത്ത് ഉണ്ട്. എല്ലാ വേർട്ടിസസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഹാമിൽട്ടൺ പാത്ത് ഉണ്ട്. ഈ ഗ്രാഫ് ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണോ? ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഇനി ഇതിൽ വേറൊരു എക്സാമ്പിൾ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഏത് എക്സാമ്പിളാണ്? 1 to 2, 2 to 6 വരുന്നുണ്ട്. 1 to 2 വരുന്നുണ്ട്. ദെൻ 2 to 6 വരുന്നുണ്ട്. 2 to 6, then 6 to 3, 3 to 4, 4 to 5, 5 to 7. ഇങ്ങനെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് എന്താണ്? ഇതും ഒരു ഹാമിൽട്ടൺ പാത്താണ്. ഹാമിൽട്ടൺ സർക്യൂട്ട് ഇല്ല. കാരണം സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് 1, എൻഡിംഗ് വേർട്ടെക്സ് 7. സോ ഇറ്റ് ഹാസ് എ ഹാമിൽട്ടോണിയൻ പാത്ത്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഹെൻസ് ദിസ് ഗ്രാഫ് ഈസ് നോട്ട് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. Now consider the next example. See here also we are considering, ഇവിടെ നമ്മൾ 7 വേർട്ടിസസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ എടുക്കാം? 1 2 3 4 എന്നുള്ളതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആർബിട്രറി സ്റ്റാർട്ട് ചെയ്യാം. ഐദർ ഫ്രം 1, 2 or 3, wherever it is you can start. സോ നമ്മളിപ്പോൾ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 1 to 2 വരാം, 2 to 4 വരാം, 4 to 3 വരാം, 2 to 4, 4 to 3, 3 to 5, 5 to 6,
6 to 7. All the edges are covered and again it can be returned to 1 also. തിരിച്ച് നമ്മൾ 1ൽ എത്തിക്കാം. അപ്പോൾ 1 to 2, 2 to 4, 4 to 3, 3 to 5, 5 to 6, 6 to 7, 7 to 1. അപ്പോൾ ഇത് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഈ ഗ്രാഫിൽ കിട്ടുന്നുണ്ട്. സോ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് നോക്കിക്കേ 1, എൻഡിങ് വെർട്ടെക്സ് 1. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ട്. ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ? ഉണ്ട്. ഹെൻസ് ദിസ് ഗ്രാഫ് ഇസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. See another one example. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇതിൽ ഈ ഗ്രാഫിൽ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. അപ്പോൾ എ ടു ബി വരാം, ബി ടു സി, സി ടു എഫ്, എഫ് ടു ഇ, ഇ ടു ഡി, ഡി ടു ജി, ജി ടു എച്ച്, എച്ച് ടു ഐ. എല്ലാ വേർട്ടെക്സും കവറായല്ലോ. സോ ദെയർഫോർ ഇവിടെ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്. സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് എ, എൻഡിങ് വേർട്ടെക്സ് ഏതാണ്? ഐ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇല്ല. സോ ഇറ്റ് ഇസ് നോട്ട് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. നൗ നെക്സ്റ്റ് എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിളിൽ നോക്കുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഐദർ ഇൻ ഇ ഓർ ഐ ഓർ എഫ് ഓർ. ഇതിൽ നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ആർബിട്രറി വേർട്ടെക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഹാമിൽട്ടോണിയൻ പാത്തും കൂടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാരണം ഒരുപാട് വേർട്ടിസസ് ഇല്ലേ. ഇപ്പോൾ നമ്മൾ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബി ടു ഇ വരാം, ഇ ടു സി, സി ടു എ, എ ടു ഡി, ഡി ടു എഫ്, എഫ് ടു H, H to G, G to J, J to E, E to I. അപ്പോൾ വീണ്ടും എന്തായി? ഈ വെർട്ടെക്സ് റിപ്പീറ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിനൊരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ? വേറെ ഒരു വെർട്ടെക്സ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എഫിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ എഫ്, അല്ലെങ്കിൽ ഡിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഡി ടു എഫ്, എഫ് ടു ബി, ദെൻ വീണ്ടും ബി ടു എ, എ ടു സി, സി ടു ഇ, ജെ, ജി, എച്ച്, എഫ്, വീണ്ടും എഫ് വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴും നമുക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ ഗ്രാഫിന് ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ? ഈ ഗ്രാഫിന് ഹാമിൽട്ടോണിയൻ പാത്തും ഇല്ല, സർക്യൂട്ടും ഇല്ല. പാത്തില്ലെങ്കിൽ അവിടെ സർക്യൂട്ട് ഉണ്ടാവില്ല. സർക്യൂട്ട് ഉണ്ടെങ്കിൽ പാത്ത് അവിടെ കാണും. സോ ദർ ഇസ് നോ ഹാമിൽട്ടോണിയൻ പാത്ത് ആൻഡ് നോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇൻ ദിസ് ഗ്രാഫ്. സോ ഹാമിൽട്ടോണിയൻ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഈ ഹാമിൽട്ടോണിയൻ ഗ്രാഫിനകത്ത് നമ്മൾ ആദ്യം ഒരു ഡെഫിനിഷൻ നോക്കി. അതായത് ആദ്യം നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതെന്താണ്? ഇറ്റ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ദാറ്റ് ഇസ് ഡിഫൈൻഡ് എസ് എ ക്ലോസ്ഡ് വാക്ക് ദാറ്റ് ട്രാവേഴ്സ് എവറി വേർട്ടിസസ് ഓഫ് ജി എക്സാക്ട്ലി വൺസ് എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ആൻഡ് ദ എൻഡ് വേർട്ടിസസ്. സോ ഇതിൽ എല്ലാ എഡ്ജസും കവർ ആവണം എന്നില്ല. എല്ലാ വേർട്ടിസസും കവർ ആയിരിക്കണം. ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുമ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കില്ല, ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതൊരു സിമ്പിൾ പാത്ത് ആയിരിക്കും. ആ സിമ്പിൾ പാത്തിൽ എല്ലാ വേർട്ടിസസും കവർ ആയിരിക്കണം. അതിൽ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സും എൻഡ് വേർട്ടെക്സും ഡിഫറെൻ്റ് ആയിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നതും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ആ ഗ്രാഫിൽ എപ്പോഴാണോ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടാവുന്നത് എങ്കിൽ ആ ഗ്രാഫ് ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി നമ്മളിവിടെ നോക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഫൈൻഡ് ദ ഓയിലേരിയൻ ആൻഡ് ദ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫോർ ദ ഫോളോയിങ് ഗ്രാഫ്. അതായത് എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റും വേർട്ടെക്സ് ഡിസ്റ്റിങ്ക്റ്റും വരുന്ന ഒരു സർക്യൂട്ടാണ് നമ്മളിവിടെ കവർ ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്താണ്? ഒരു ഗ്രാഫ് ഇങ്ങനെ തന്നിട്ടുണ്ട്. കണക്റ്റഡ് ഗ്രാഫാണോ? കണക്റ്റഡ് ഗ്രാഫാണ്. എന്നിട്ട് വേർട്ടിസസ് ഫൈനൈറ്റ് ആണോ? ഫൈനൈറ്റ് ആണ്. എഡ്ജസ് ഫൈനൈറ്റ് ആണോ? ഫൈനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആർബിട്രറി വേർട്ടെക്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഓയിലേരിയൻ Eulerian circuit എന്ന് പറയുമ്പോൾ the edges are distinct. It has to travel or it has to cover each edges exactly once. Hamiltonian circuit എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വേർട്ടിസസും കവർ ചെയ്യണം. അതിൽ ഒരു എക്സാക്ട്ലി വൺസ് എല്ലാ വേർട്ടിസസും കവർ ചെയ്തിരിക്കണം. ബട്ട് എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിംഗ് ആൻഡ് ദ എൻഡ് വേർട്ടെക്സ്, സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ്. അപ്പോൾ നമുക്കിവിടെ എയിൽ സ്റ്റാർട്ട് ചെയ്താൽ എയിൽ തന്നെ അവസാനിപ്പിക്കണം. സർക്യൂട്ട് ആയതുകൊണ്ട് എയിൽ തുടങ്ങി എയിൽ തന്നെ അവസാനിപ്പിക്കണം. അപ്പോൾ എല്ലാ എഡ്ജസും കവറാവുന്ന രീതിയിലാണ് ഓയിലേരിയൻ സർക്യൂട്ട് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എ ടു ബി, ബി ടു സി, സി ടു സിയിൽ വന്നു കഴിയുമ്പോൾ സിയിൽ നിന്ന് എവിടെ പോകണം? സി ടു എ, വീണ്ടും സി ടു എ. വെർട്ടെക്സ് റിപ്പീറ്റ് ആയാൽ കുഴപ്പമില്ല. സി ടു എ, വീണ്ടും എ ടു സി വരാം. ദെൻ സി വന്നു കഴിയുമ്പോൾ ദെൻ
C to D, D to E, E to F, F to D and D to A. അതായത് നമുക്ക് ഈ ഗ്രാഫ് എങ്ങനെ എടുക്കാം? A to B, B to C, C to A, A to C, C to D, D to E, E to F, F to D and D to A. അപ്പോൾ നമ്മുടെ ഓയിലേരിയൻ സർക്യൂട്ട് ഇപ്പോൾ ഇവിടെ കിട്ടി. ഓയിലേരിയൻ സർക്യൂട്ടിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഈ ഗ്രാഫിൽ, അതായത് പ്രത്യേകിച്ച് നോക്കുക, എല്ലാ എഡ്ജസും ഡിസ്റ്റിങ്ക്റ്റ് ആണോ? എഡ്ജസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ? എല്ലാ എഡ്ജസിനെ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഓൾ ദ എഡ്ജസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ഹിയർ. Now we have to construct a Hamiltonian circuit. Hamiltonian circuit എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വേർട്ടെക്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ്. എയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ടു ബി വരുമോ നോക്കാം. എ ടു ബി, ബി ടു സി, സി ടു ഡി. എ ടു ബി, ബി ടു സി, സി ടു ഡി ആൻഡ് ഡി ടു ഇ, ഇ ടു എഫ്. എല്ലാ വേർട്ടിസസും കവറായോ? തിരിച്ച് എഫ് ടു ഡി വരാൻ പറ്റുമോ? ഇല്ല, കാരണം ഡി ഒരിക്കൽ കവറായി കഴിഞ്ഞു, ഒരിക്കൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും എഫ് ടു ഡി വരാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. വേർട്ടെക്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. സോ ഇറ്റ് ഹാസ് നോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ? ഉണ്ട്. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു ഇ, ഇ ടു എഫ് ഉണ്ടല്ലോ. ഇനി അടുത്തൊരു ഗ്രാഫ്. ഈ ഗ്രാഫിൽ ഓയിലേരിയൻ സർക്യൂട്ട് ഉണ്ടോ? ഇല്ല, കാരണം ഇതിലെന്താണ്? ദ വേർട്ടെക്സ് ഈസ് ഓഫ് ഓഡ് ഡിഗ്രി. രണ്ട് വേർട്ടിസസ് ഓഡ് ഡിഗ്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. എല്ലാ വേർട്ടിസസും ഈവൻ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഓഡ് ഡിഗ്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓയിലേരിയൻ സർക്യൂട്ട് നമുക്കിവിടെ ഒരു വേർട്ടെക്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിൽ കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും കൊണ്ടിവിടെ എത്തിക്കാൻ പറ്റില്ല. ബിക്കോസ് ദ ഗ്രാഫ് ഇസ് ഓപ്പൺ. സോ ദെയർഫോർ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇതിൽ ഗ്രാഫ് ഓപ്പൺ ആയത് കാരണം നമുക്ക് എന്താണ്? ഓയിലേരിയൻ സർക്യൂട്ടും ഇല്ല, ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഇല്ല. ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ? ഉണ്ട്. ഡി ടു സി, സി ടു B, B to A to E, E to F, F to G, G to H. അപ്പോൾ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് നമുക്ക് ഈ ഗ്രാഫിൽ എക്സിസ്റ്റ് ആവുന്നുണ്ട്. സോ ഈ ഗ്രാഫിൽ ഓയിലേരിയൻ സർക്യൂട്ട് ഇല്ല, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇല്ല, ബട്ട് ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഇതിൽ രണ്ട് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഒന്ന് ഓയിലേരിയൻ സർക്യൂട്ടും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇല്ല, ഓയിലേരിയൻ സർക്യൂട്ട് വരുന്ന ഒരു ഗ്രാഫും. രണ്ടാമത്തതിൽ ഓയിലേരിയൻ സർക്യൂട്ടും ഇല്ല, ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഇല്ല. So hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.